വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ ടിപ്പറിൽ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷം റീൽസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത മണൽ മാഫിയ സംഘത്തിലെ 7 പേർ അറസ്റ്റിൽ. വഴിക്കടവ് കാരക്കോട് വീടിന് തീപിടിച്ചു. ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെയെല്ലാം കത്തിനശിച്ചു. കാരക്കോട് അമ്പലക്കുന്നത്ത് മണലായി വീട്ടിൽ പ്രേമദാസൻ എന്നയാളുടെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മറച്ചുകെട്ടിയ ഓടുമേഞ്ഞ വീടാണ് കത്തിനശിച്ചത്. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പട്ടണമായി നിലമ്പൂരിനെ മാറ്റണമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ കോൺക്ലേവ് 24 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിലമ്പൂരിൽ കഞ്ചാവുമായി ദമ്പതികളായ അതിഥി തൊഴിലാളികൾ അറസ്റ്റിൽ. പശ്ചിമ ബംഗാളിൽ നിന്നും നിലമ്പൂരിലേക്ക് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന 1 കിലോ 690 ഗ്രാം കഞ്ചാവുമായാണ് ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ നിലമ്പൂർ പോലീസ് ഡാൻസ് സ്റ്റാഫും ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. ഭരണപക്ഷ MLA-മാർക്ക് വാരിക്കോരി പദ്ധതികൾക്ക് പണം അനുവദിക്കുന്ന സർക്കാർ പ്രതിപക്ഷ MLA-മാരെ തഴയുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് MLA. വാർത്തകൾ വിശദമായി. പോലീസ് സ്റ്റേഷന് മുമ്പിലൂടെ ടിപ്പറിൽ മണൽ കടത്തുന്ന വീഡിയോ ചിത്രീകരിച്ച ശേഷം റീൽസ് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത മണൽ മാഫിയ സംഘത്തിലെ 7 പേർ അറസ്റ്റിൽ. മമ്പാട് ഓടായിക്കൽ സ്വദേശികളായ മറ്റത്ത് ഷാമിൽ ഷാൻ, കാട്ടുമുണ്ട സ്വദേശികളായ വലിയ തൊടിക മർവാൻ, പുളിക്കൽ അമീൻ, വടപ്പുറം സ്വദേശികളായ ചേകരാറ്റിൽ അൽത്താഫ്, ചേകരാറ്റിൽ മുഹമ്മദ് സവാദ്, കണ്ണം തൊടിക അബ്ദുൾ മജീദ്, കരിമടത്തിൽ സഹീർ എന്നിവരെയാണ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ 22-ന് പുലർച്ചെയാണ് കേസിനാസ്പദമായ സംഭവം. ഷാമിൽ ഷാന്റെ ഉടമസ്ഥതയിലുള്ള ടിപ്പർ ലോറിയിൽ പുള്ളിപ്പാടം കടവിൽ നിന്നും അനധികൃതമായ മണൽ കടത്തിക്കൊണ്ടു പോകുമ്പോഴാണ് വീഡിയോ ചിത്രീകരിച്ചത്. മണൽ കടത്ത് ലോറിയിൽ ക്ലീനറായി പോകുന്ന ബിരുദ വിദ്യാർത്ഥിയായ അമീൻ ഒടായിക്കൽ പാലത്തിൽ വെച്ചും നിലമ്പൂർ പോലീസ് സ്റ്റേഷന് മുൻപിൽ വെച്ചും ചിത്രീകരിച്ച വീഡിയോ പിന്നീട് സിനിമാ ഡയലോഗുകൾ കൂടി ചേർത്ത് റീൽസായി ഷാമിൽ ഷാന്റെ വണ്ടിപ്രാന്തൻ KL71 എന്ന അക്കൗണ്ടുമായി ടാഗ് ചെയ്ത് അമീന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പോസ്റ്റ് ചെയ്യുകയായിരുന്നു. തുടർന്ന് വീഡിയോ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിച്ചതോടെ ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്ത് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികൾ പിടിയിലായത്. റീൽസ് വിവാദമായതോടെ ഇത് ഇൻസ്റ്റഗ്രാം പേജിൽ നിന്നും നീക്കം ചെയ്തിട്ടുണ്ട്. മുൻവശത്ത് കൂടി ടിപ്പർ ലോറിയിൽ മണൽ കടത്തുന്ന ഒരു വൈറൽ വീഡിയോ ദൃശ്യം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചത് പത്രമാധ്യമങ്ങളിലൂടെ കണ്ട് ആ കാര്യത്തിന് കേസെടുത്ത് അന്വേഷണം നടത്തി പോലീസ് അതിൻ്റെ മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുകയും ഈ മണൽക്കടത്തിന് ഉപയോഗിച്ച വാഹനം പിടികൂടുകയും ചെയ്തു. ഈ മണൽ മാഫിയ വളരെ കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് പോലീസിന്റെ ഓരോ നീക്കങ്ങളും വളരെ വലിയ രീതിയിലുള്ള സംഘങ്ങളുടെ നിരീക്ഷണത്തിന് വിധേയമാക്കി പോലീസ് സ്റ്റേഷനെ സൂക്ഷ്മമായി പരിശോധിച്ചാണ് ഈ കുറ്റകൃത്യം ചെയ്തുകൊണ്ടിരുന്നത്. ഇതിന്റെ വലയിലെ മുഴുവൻ കണ്ണികളെയും അറസ്റ്റ് ചെയ്യാനുള്ള തുടർ നടപടികളിലേക്കാണ് പോലീസ് കടക്കുന്നത്. അതിൻ്റെ ഭാഗമായി കൃത്യമായ ശാസ്ത്രീയമായ സൈബർ അന്വേഷണത്തിലൂടെ ഇതിൽ ഉൾപ്പെട്ട അംഗങ്ങളുടെ മുഴുവൻ മൊബൈൽ ഫോണുകളും സൂക്ഷ്മമായ നിരീക്ഷണത്തിനും പഠനത്തിനും വിധേയമാക്കിയിട്ടുണ്ട്. അവരുടെ ലൊക്കേഷനുകളും കോണ്ടാക്റ്റുകളും അവരുടെ സോഷ്യൽ മീഡിയയിലൂടെയുള്ള വാട്സപ്പ് കോളുകൾ അടക്കമുള്ള ആളുകൾ പരിശോധിച്ച് ശാസ്ത്രീയമായ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ഇത് മണൽക്കടത്തിന് ഉപയോഗിച്ച വാഹനം വന്ന റൂട്ട് മുതലുള്ള CC ക്യാമറകൾ, അതുപോലെ തന്നെ ഈ കടവ് മുതൽ ഇത് ഇട്ട സ്ഥലം വരെയുള്ള സ്ഥലങ്ങൾ, ഇവർ ഉപയോഗിച്ച സ്ഥലത്തു നിന്നുള്ള മണലിൻ്റെ സാമ്പിൾ തുടങ്ങിയ കൃത്യമായ ആസൂത്രണത്തോടെയുള്ള ഒരു അന്വേഷണമാണ് ഈ കാര്യത്തിൽ നടത്തിയിട്ടുള്ളത്. കൂടുതൽ പ്രതികൾ വരും ദിവസങ്ങളിലെ പോലീസിന്റെ പിടിയിലാണ്. വീഡിയോ ചിത്രീകരിക്കുന്ന സമയം ഉടമസ്ഥനായ ഷാമിൽ ഷാനും ലോറിയിലുണ്ടായിരുന്നു. അൽത്താഫ്, സവാദ്, മജീദ്, സഹീർ എന്നിവർ ബൈക്കിൽ
വഴിയിൽ പോലീസ് ഉണ്ടെങ്കിൽ മുന്നറിയിപ്പ് നൽകാനായി ലോറിക്ക് എസ്കോർട്ടായി പോയിരുന്നു. ഷാമിൽ, അൽത്താഫ് എന്നിവർ മുൻപും മണൽക്കടത്ത് കേസിൽ ഉൾപ്പെട്ട ആളുകളാണ്. ഇരുവരും ഗൾഫിൽ ജോലി തരപ്പെടുത്തി പോകാനിരിക്കെയാണ് പോലീസിനെതിരെ റീൽസ് ചെയ്തത്. വിദേശത്തെത്തിയാൽ പിടിക്കപ്പെടില്ല എന്ന ധാരണയായിരുന്നു പ്രതികൾക്ക്. 3 പേരുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ വാഹനം എന്നാണ് പോലീസ് അന്വേഷണത്തിൽ മനസ്സിലായിട്ടുള്ളത്. അവരിൽ 2 പേര് വിദേശ രാജ്യത്തേക്ക് കടക്കാൻ വേണ്ടിയിട്ടുള്ള പേപ്പറുകൾ എല്ലാം ശരിയായി നിൽക്കുകയാണ്. അവർ ഇനി ഈ മണൽക്കടത്ത് ചെയ്യുന്നില്ല എന്നുള്ള ഒരു ധാരണയിലെത്തിയ ശേഷമാണ് അവസാനമായി അവർക്ക് പോലീസിനെതിരെയുള്ള ഒരു ആയുധമായി ഇത്തരം ഒരു റീല് ചെയ്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ 2 പേർക്കും മുമ്പ് മണൽക്കടത്തിന് പോലീസ് പിടികൂടി കേസുള്ളതുമാണ്. കോടതിപ്പടിയിലെ വിജനമായ സ്ഥലത്ത് ഒളിപ്പിച്ച മണൽ കടത്താൻ ഉപയോഗിച്ച ലോറി പിടിച്ചെടുത്തു. SI-മാരായ തോമസ് കുട്ടി ജോസഫ്, മുജീബ് ടി, രതീഷ് കെ, ASI-മാരായ സുധീർ EN, നൌഷാദ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഷിഫിൻ കുപ്പരത്ത്, സിവിൽ പോലീസ് ഓഫീസർമാരായ അനീറ്റ് ജോസഫ്, സജീഷ് ടി, പ്രിൻസ്, വിവേക്, ഷൌക്കത്ത്, സുബൈറുദ്ദീൻ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. കേസിൽ തുടരന്വേഷണം നടത്തുന്നത്. വഴിക്കടവ് കാരക്കോട് വീടിന് തീപിടിച്ചു. ഗൃഹോപകരണങ്ങൾ ഉൾപ്പെടെ എല്ലാം കത്തിനശിച്ചു. കാരക്കോട് അമ്പലക്കുന്നത്ത് മണലായി വീട്ടിൽ പ്രേമദാസൻ എന്നയാളുടെ പ്ലാസ്റ്റിക് ഷീറ്റുകൾ കൊണ്ട് മറച്ചുകെട്ടിയ ഓടുമേഞ്ഞ വീടാണ് കത്തിനശിച്ചത്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 12:30 സംഭവം. പ്രേമദാസനും കുടുംബവും 15 വർഷമായി താമസിച്ചു വരുന്ന വീടാണിത്. പ്രേമദാസൻ ജോലി ആവശ്യാർത്ഥം മംഗലാപുരത്താണ്. ഇയാളുടെ ഭാര്യയും കുട്ടിയും ആശുപത്രിയിലേക്കോ മറ്റോ പോയിരുന്ന സമയത്തായിരുന്നു തീപിടുത്തമുണ്ടായത്. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ട് മൂലമാകാം തീപിടുത്തമുണ്ടായതെന്നാണ് കരുതുന്നത്. ഗൃഹോപകരണങ്ങളും വസ്ത്രങ്ങളും വിലപിടിപ്പുള്ള രേഖകളും എല്ലാം കത്തിനശിച്ചിട്ടുണ്ട്. ഇവരുടെ വീട് നിർമ്മാണം നടന്നുവരികയാണ്. ഇതിന്റെ ചിലവിലേക്കുള്ള പണവും കത്തിനശിച്ച കൂട്ടത്തിലുണ്ടായിരുന്നതായി പറയുന്നു. തീപിടുത്ത വിവരം അറിഞ്ഞ വഴിക്കടവ് പോലീസും നാട്ടുകാരും സ്ഥലത്തെത്തി തീ അണയ്ക്കുവാൻ ശ്രമിച്ചുവെങ്കിലും ഫലമുണ്ടായില്ല. ഒടുവിൽ നിലമ്പൂരിൽ നിന്നും അഗ്നിരക്ഷാസേന എത്തിയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. സംസ്ഥാനത്തെ ആദ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന പട്ടണമായി നിലമ്പൂരിനെ മാറ്റണമെന്ന് കായിക മന്ത്രി വി അബ്ദുറഹ്മാൻ. യുനെസ്കോ ലേണിംഗ് സിറ്റി നിലമ്പൂർ കോൺക്ലേവ് 24 ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്നാൽ നിലമ്പൂരിലേക്ക് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൂടല്ലൂർ പോലുള്ള പർവ്വത നിരകളൊക്കെ തന്നെ ഏറ്റവും സുന്ദരമാണ്. അതിൽ നമ്മൾ നിലമ്പൂരിലേക്കുള്ള ട്രെയിൻ യാത്ര ഏറ്റവും പ്രധാനമാണ്. പലരും പല സ്ഥലങ്ങളിൽ പറയുമ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്ത് തന്നെ പലരും പറയും ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്കുള്ള യാത്ര ആ മഴക്കാലത്ത് പോവുക എന്ന് പറഞ്ഞാൽ അതൊരു യൂറോപ്യൻ രാജ്യം സന്ദർശിക്കുന്ന പോലത്തെ ഒരു അനുഭൂതിയാണ് അതിലുണ്ടാവുക എന്ന് പലരും പറയാറുണ്ട്. പലരും അതിനായി വരാറുണ്ട്. നേരെ ട്രെയിനിന് വന്ന് ഇവിടെ നിന്നും ഇറങ്ങി നേരെ ഊട്ടിയിലേക്ക് പോയി അങ്ങനെ കോയമ്പത്തൂർ തിരിച്ച് തിരുവനന്തപുരത്ത് പോകുന്ന ധാരാളം സഞ്ചാരികൾ. അപ്പോൾ ആഭ്യന്തര ടൂറിസം നല്ല രീതിയിൽ വരാൻ സാധ്യത ഇപ്പോൾ വരികയും ഇനിയും ധാരാളം സാധ്യതകളുള്ള ഒരിടമാണ് നിലമ്പൂർ. ഇപ്പോൾ നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പാതയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. നഞ്ചങ്കോട് പാത. അല്ലാതെ നിലമ്പൂർക്കാരുടെ ഒരു ആശയവും അഭിലാഷവുമാണ് നിലമ്പൂർ നഞ്ചങ്കോട് പാത. ഇപ്പോൾ ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളാണ് അതിൽ പ്രധാനമായും സൂചിക്കപ്പെട്ടിട്ടുള്ളത്. പക്ഷെ അതിൽ ഇപ്പോൾ പുതിയൊരു പ്രപ്പോസൽ വന്നിട്ടുണ്ട്. തുരങ്കപാത എന്നുള്ള ഒരു പ്രപ്പോസലിലേക്ക് അത് പോകണം എന്ന് ഒരഭിപ്രായം വരികയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിന് 20,000 കോടി രൂപയോളം ചെലവ് വരുമെന്നാണ് ഏറ്റവും പുതിയ കണക്കുകൾ പറയുന്നത്. പല സ്ഥലങ്ങളിലും തുരങ്കപാതയിലൂടെ കടന്നു പോകുമ്പോൾ വലിയ തോതിൽ വന്യജീവികളെയും വല്ല പ്രകൃതിയെയും നശിപ്പിക്കാതെ പോകാൻ കഴിയുമെന്നുള്ളതാണ് കണ്ടെത്തൽ. അപ്പോൾ ആ ഒരു രീതിയിൽ അത് നടക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ കുറെ കൂടി പ്രാധാന്യം നിലമ്പൂരിനുണ്ടാവും. കൂടുതൽ പ്രകൃതിയെ നിലനിർത്തിക്കൊണ്ട് തന്നെ വികസനം സാധ്യമാക്കുക. അതൊക്കെ തന്നെയാണ് യുനെസ്കോ പോലുള്ള ഏജൻസികൾ പ്രത്യേകം ശ്രദ്ധിക്കുന്ന ഒരു കാര്യം. യുനെസ്കോ ലേണിംഗ് സിറ്റി വിഭാവനം ചെയ്യുന്ന വിദ്യാഭ്യാസം, തൊഴിൽ തുടങ്ങിയവയ്ക്ക് ആദ്യം വേണ്ടത് ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. രാജ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജന സംസ്ഥാനമായി അടുത്ത വർഷം കേരളം മാറുമെന്നും മന്ത്രി പറഞ്ഞു. ജനസംഖ്യാ വർധനവിനനുസരിച്ച് നഗരാസൂത്രണവും മാലിന്യ സംസ്കരണവും നടപ്പാക്കാത്തതാണ് മാലിന്യ നിർമ്മാർജ്ജനത്തിന് പ്രതിസന്ധിയാകുന്നത്. സംസ്ഥാനത്ത് തന്നെ വലിയ ടൂറിസം സാധ്യതയുള്ള മേഖലയായ നിലമ്പൂരിലേക്ക് ആഭ്യന്തര വിദേശ സഞ്ചാരികളെ ആകർഷിപ്പിക്കുവാൻ പദ്ധതികൾ വേണം. മാലിന്യ കൂമ്പാരങ്ങൾ ഉദ്യാനങ്ങളാക്കി മാറ്റണം. വികസന പദ്ധതികൾക്ക് കൃത്യമായ മുന്നൊരുക്കവും കൂട്ടായ ശ്രമവും വേണമെന്നും മന്ത്രി അഭിപ്രായപ്പെട്ടു. നിലമ്പൂർ നഞ്ചൻകോട് പാതയുടെ സർവേ ഉടൻ പൂർത്തിയാക്കും.
വന്യജീവി സങ്കേതങ്ങളിൽ തുരങ്കപാത പരിഗണിക്കുന്നത് പദ്ധതിക്ക് ഗുണകരമാകും. കേന്ദ്ര ബജറ്റിൽ തുക വകയിരുത്തിയിട്ടില്ലെങ്കിലും സർവേ റിപ്പോർട്ട് ലഭിച്ചാൽ റെയിൽവേ തുക അനുവദിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും റെയിൽവേ ചുമതല കൂടിയുള്ള മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു. പ്രൊഫസർ ഗോപിനാഥ് മുതുകാട് മുഖ്യ സന്ദേശം നൽകി. രാജ്യം ഇപ്പോഴും ഭിന്നശേഷി സൗഹൃദമായി മാറിയിട്ടില്ല. ഭിന്നശേഷി സൗഹൃദം എന്നത് പ്രഖ്യാപനത്തിൽ ഒതുങ്ങാതെ പ്രാവർത്തികമാക്കണമെന്നും ഭിന്നശേഷിക്കാർക്ക് തൊഴിലും വരുമാനവും ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരസഭാ അധ്യക്ഷൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. ടൂറിസം ഇന്ത്യ മാനേജിംഗ് എഡിറ്റർ കെ വി രവിശങ്കർ, JSS ഡയറക്ടർ വി ഉമ്മർ കോയ, നഗരസഭാ ഉപാധ്യക്ഷ അരുമ ജയകൃഷ്ണൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ സ്കറിയാക്കനാത്തോപ്പിൽ UK ബിന്ദു, സെക്രട്ടറി ജി ബിനുജി തുടങ്ങിയവർ സംസാരിച്ചു. നിലമ്പൂരിൽ കഞ്ചാവുമായി ദമ്പതികളായ അതിഥി തൊഴിലാളികൾ അറസ്റ്റിൽ. പശ്ചിമ ബംഗാളിൽ നിന്നും നിലമ്പൂരിലേക്ക് ട്രെയിൻ മാർഗം കടത്തിക്കൊണ്ടുവന്ന 1 കിലോ 690 ഗ്രാം കഞ്ചാവുമായാണ് ഇതര സംസ്ഥാന തൊഴിലാളികളായ ദമ്പതികളെ നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് അറസ്റ്റ് ചെയ്തത്. പശ്ചിമ ബംഗാൾ ബർദമാൻ സ്വദേശികളായ മല്ലിക് അസദുള്ള, ഭാര്യ ചാബില ബീവി എന്നിവരെയാണ് നിലമ്പൂർ സ്റ്റേഷൻ ഹൌസ് ഓഫീസർ മനോജ് പറയട്ട അറസ്റ്റ് ചെയ്തത്. ഇതര സംസ്ഥാന തൊഴിലാളികൾ മുഖേന ജില്ലയിലേക്ക് കഞ്ചാവ് കടത്തുന്ന സംഘങ്ങളെക്കുറിച്ചും ഏജന്റുമാരെക്കുറിച്ചും മലപ്പുറം ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ IPSന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നിലമ്പൂർ ഡിവൈഎസ്പി PK സന്തോഷിന്റെ നിർദ്ദേശപ്രകാരം നിലമ്പൂർ പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിൽ ഇന്ന് രാവിലെ 9 മണിയോടെ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം വെച്ചാണ് പ്രതികൾ പിടിയിലായത്. അതിഥി തൊഴിലാളികളായ ദമ്പതികളെ 1 കിലോഗ്രാം 690 ഗ്രാം കഞ്ചാവുമായി ഇന്ന് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് വെച്ച് പോലീസ് പിടികൂടിയിട്ടുണ്ട്. ഈ ദമ്പതികളെ പശ്ചിമ ബംഗാളിലെ ബർദമാൻ ജില്ലയിൽ നിന്ന് നാട്ടിൽ റംസാൻ സമയത്ത് നാട്ടിൽ പോയി അവർ തിരിച്ചു വരുന്ന വഴിയാണ് ഈ കഞ്ചാവ് അവിടെ നിന്ന് കടത്തിക്കൊണ്ട് വന്നതായിരിക്കും എന്നുള്ള നിഗമനത്തിലാണ് പോലീസ് ഉള്ളത്. റെയിൽവേ സ്റ്റേഷൻ വഴി കൂടുതൽ ആളുകൾ ഇത്തരം കഞ്ചാവും ലഹരി ഉൽപ്പന്നങ്ങളും കടത്തുന്നുണ്ടോ എന്നുള്ള ഒരു പരിശോധനയുടെ ഘട്ടത്തിലാണ് ഈ കുറ്റകൃത്യം പിടികൂടാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. ഒളിപ്പിച്ച് ബാഗിനുള്ളിൽ വെച്ചാണ് കഞ്ചാവ് കടത്തിയിട്ടുള്ളത്. ഇതിൻ്റെ കൊണ്ടുവന്ന് കേരളത്തിൽ കൊടുക്കുന്ന കണ്ണികളെ ഇനി ഇതിലേക്ക് പിടികൂടാനുണ്ട്. ഈ കാര്യത്തിലുള്ള കൂടുതൽ അന്വേഷണം നടന്നു വരികയാണ്. അവധിയെടുത്ത് നാട്ടിലേക്ക് പോകുന്ന തൊഴിലാളികൾ അവിടെ നിന്നും കുറഞ്ഞ വിലയ്ക്ക് കഞ്ചാവ് ശേഖരിച്ച് ജില്ലയിലെ ഏജന്റുമാർക്ക് കൈമാറുകയാണ് പതിവ്. ജില്ലയിലേക്ക് ലഹരിമരുന്ന് കടത്തി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ പ്രധാന കണ്ണികളാണ് പിടിയിലായത്. 3 വർഷത്തോളമായി ഇവർ നിലമ്പൂരിൽ താമസിച്ചു വരുന്നു. അസദുള്ള നിർമ്മാണ തൊഴിലാളിയാണ്. വിപണിയിൽ 1.5 ലക്ഷം രൂപയോളം വില വരുന്ന കഞ്ചാവാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. സിവിൽ പോലീസ് ഓഫീസർമാരായ ഉജേഷ്, സജീഷ്, അനസ്, ദീപ എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളും ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. ഭരണപക്ഷ MLA-മാർക്ക് വാരിക്കോരി പദ്ധതികൾക്ക് പണം അനുവദിക്കുന്ന സർക്കാർ പ്രതിപക്ഷ MLA-മാരെ തഴയുകയാണെന്ന് മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി P. അബ്ദുൾ ഹമീദ് MLA. മുസ്ലിം ലീഗ് നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിലമ്പൂരിന്റെ ദുരവസ്ഥയ്ക്കെതിരെയുള്ള നിലമ്പൂർ പഴയ ബസ് സ്റ്റാൻഡിൽ നടന്ന സമരസംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വളരെ പ്രധാനപ്പെട്ട ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ മുരടിച്ചു കിടക്കുന്ന സർക്കാരിൻ്റെ സജീവമായ ഇടപെടലുകളുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് ആരംഭിക്കാൻ സാധിക്കുന്ന ഐക്യജനാധിപത്യ മുന്നണിയുടെ പ്രിയപ്പെട്ട നേതാവ്, ഇന്നും നമ്മുടെ മനസ്സിൻ്റെ മാണിക്യ കൊട്ടാരത്തിൽ ജീവിക്കുന്ന പ്രിയപ്പെട്ട ആര്യാടൻ മുഹമ്മദ് തുടങ്ങി വെച്ച അദ്ദേഹത്തിൻ്റെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികൾ, ബഹുമാന്യനായ ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും KM മാണിയും ഒക്കെ സംസ്ഥാനം ഭരിച്ചിരുന്ന സന്ദർഭത്തിൽ ആര്യാടന്റെ പ്രത്യേകമായ ഇടപെടൽ മൂലം ഒട്ടനവധി കാര്യങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്, തുടങ്ങി വെച്ചിട്ടുണ്ട്, പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അതൊന്നും വെളിച്ചം കണ്ടില്ല. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പൊ പുതിയ നിയമസഭാ സാമാജികനാണ്, 2 ടേമായിട്ട് അദ്ദേഹമാണ് ഇവിടുത്തെ നിയോജക മണ്ഡലം MLA. ഇവിടെ തുടങ്ങി വെച്ച പദ്ധതികളും പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികളും, ആര്യാടൻ തുടങ്ങി വെച്ച പ്രഖ്യാപിക്കപ്പെട്ട പദ്ധതികൾ
അത് പൂർത്തീകരിക്കാൻ അദ്ദേഹം പ്രത്യേകം താല്പര്യം കാണിച്ചിരുന്നുവെങ്കിൽ ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ മുഖച്ഛായ മാറ്റാൻ പറ്റുന്ന ഒട്ടനവധി പദ്ധതികളെ ഭാഗത്ത് അതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിപ്പോഴും അങ്ങനെ അനങ്ങാതെ കിടക്കുകയാണ്. ഇത്തരത്തിൽ തോന്നിയ പോലെ ഭരണപക്ഷത്തിന് ഫണ്ട് അനുവദിച്ചിട്ടും നിലമ്പൂരിൽ UDF സർക്കാരുകളുടെ കാലത്ത് കൊണ്ടുവന്ന പദ്ധതികളല്ലാതെ ഒരു പദ്ധതി പോലും പുതിയതായി തുടങ്ങുവാൻ നിലവിലുള്ള MLAക്കോ ഇടത് സർക്കാരിനോ സാധിച്ചിട്ടില്ല. UDF കാലത്ത് തുടക്കമിട്ട നാടുകാണി പരപ്പനങ്ങാടി പാതയുടെ എസ്റ്റിമേറ്റ് തുകയിൽ നിന്നും 75 കോടി രൂപ വെട്ടിക്കുറയ്ക്കുകയാണ് ഇടതു സർക്കാർ ചെയ്തത്. ഇതോടെ നിർമ്മാണം ഏറ്റെടുത്ത കരാറുകാരായ ഊരാളുങ്കൽ സൊസൈറ്റി പോലും നിർമ്മാണം നിർത്തിവെച്ചു. ഈ പാതയിൽ ഒട്ടേറെ പ്രദേശങ്ങൾ നിലവിൽ ഗതാഗത യോഗ്യമല്ലാതായി. പലവട്ടം MLAമാർ ഇക്കാര്യം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും പരിഹാരമായില്ല. ഇതുപോലെയാണ് നിലമ്പൂർ റെയിൽവേ അടിപ്പാതയുടെയും സ്ഥിതി. കെ-റെയിൽ കമ്പനിയാണ് അടിപ്പാത നിർമ്മിക്കുന്നത്. എന്നാൽ അടിപ്പാതയ്ക്ക് നൽകേണ്ട 50% വിഹിതം കേരള സർക്കാർ നൽകാത്തതും റെയിൽവേ, കെ-റെയിൽ, ജല അതോറിറ്റി എന്നിവ തമ്മിൽ കോർഡിനേഷൻ ഇല്ലാത്തതും കാരണം അടിപ്പാത നിർമ്മാണം നിലച്ചിരിക്കുകയാണ്. ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന MLA ഇതിൽ ഇടപെടുന്നില്ല. ജനങ്ങൾ ഇത്രമാത്രം ദുരിതത്തിലായ ഒരു കാലമുണ്ടായിട്ടില്ലെന്നും MLA പറഞ്ഞു. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് CH ഇഖ്ബാൽ അധ്യക്ഷനായി. KPCC ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത്, മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. KT കുഞ്ഞാൻ, മച്ചിങ്ങൽ കുഞ്ഞു, ജസ്മൽ പുതിയറ, PM സീതിക്കോയ തങ്ങൾ, കൊമ്പൻ ഷംസുദ്ദീൻ, KP ജൽസിമിയ, A ഗോപിനാഥ്, റഷീദ് വരിക്കോടൻ, നാസർ കാങ്കട, പുളക്കൽ അബ്ദുട്ടി, P ജംഷീദ്, KP ലുഖ്മാൻ, സറീന മുഹമ്മദ് അലി, സുബൈദ കൊരമ്പയിൽ, ഷൌക്കത്ത് കുമഞ്ചേരി, ഉബൈദ് കക്കീരി, ഫാത്തിമ ഇസ്മായിൽ, ജയശ്രീ അഞ്ചേരിയൻ, സൈതലവി കുന്നുമൽ, KT മജീദ്, സഫ്വാൻ എലിക്കൽ, അമീർ ആജ്വദ്, തങ്കമ്മ നെടുമ്പടി, ബാലൻ ചുങ്കത്തറ, VP അബ്ദുറഹ്മാൻ, റഷീദ് കുന്നത്തേരി, പറമ്പിൽ ബാവ, പുത്തലത്ത് മാനു, TK മുജീബ്, ആലിക്കുട്ടി എടക്കര, വെട്ടശ്ശേരി കോയണ്ണി, MI ഹമീദ്, VP റഷീദ്, അഷ്റഫ് പറമ്പൻ, നാസർ കക്കോടൻ, KT സൈതലവി കരളായി, കുണ്ടിൽ മജീദ്, അഷ്റഫ് മുണ്ടശ്ശേരി, റഷീദ് പുളപ്പാടം, സലൂബ് ജലീൽ, സജന അബ്ദുറഹ്മാൻ, സീനത്ത് നൌഷാദ്, ബാബു ഏലക്കാടൻ എന്നിവർ സംസാരിച്ചു. ഉച്ചയ്ക്ക് 2-ന് തുടങ്ങിയ സംഗമത്തിൽ 100ഓളം സ്ഥിരം പ്രതിനിധികളും സമയം ക്രമീകരിച്ച് മണ്ഡലത്തിലെ പഞ്ചായത്തുകളിൽ നിന്നും 50 വീതം പ്രതിനിധികളും പങ്കെടുത്തു. സമയസംഗമം വൈകിട്ട് അവസാനിച്ചു. നിലമ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളെ ഗുരുതരമായി ബാധിക്കുന്ന ഒട്ടേറെ വിഷയങ്ങളിൽ LDF സർക്കാരിന്റെയും MLAയുടെയും നിലമ്പൂർ നഗരസഭയുടെയും കെടുകാര്യസ്ഥതയ്ക്കെതിരെയായിരുന്നു സമരം. നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷനിലെ പ്രധാന കവാടത്തിൽ ബോർഡ് സ്ഥാപിച്ചത് സ്വകാര്യ സ്ഥാപനത്തിന്റെ സ്പോൺസർഷിപ്പിൽ. നിലമ്പൂരിലെ 14 സർക്കാർ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന മിനി സിവിൽ സ്റ്റേഷനിലെ പ്രധാന കവാടത്തിൽ നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷൻ ബോർഡിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ പേരുമുണ്ട്. ബോർഡ് സ്ഥാപിച്ചത് സ്വകാര്യ സ്ഥാപനത്തിന്റെ ചിലവിലായതിനാലാണ് അവരുടെ സ്ഥാപനത്തിന്റെ പേരുള്ളത് എന്നാണ് അധികൃതരുടെ മറുപടി. കോടികൾ ചെലവഴിച്ച് സർക്കാർ നിർമ്മിച്ച മിനി സിവിൽ സ്റ്റേഷന് ബോർഡ് സ്ഥാപിക്കുവാൻ സ്വകാര്യ സ്ഥാപനത്തിന്റെ പേര് ചേർക്കേണ്ടി വന്നതിന്റെ ഉത്തരവാദിത്തം അധികൃതരാണ് പറയേണ്ടത്. ഈ അവസ്ഥയാണെങ്കിൽ ഇനി സർക്കാർ ഓഫീസുകളുടെ ബോർഡുകൾ പല സ്വകാര്യ സ്ഥാപനങ്ങളുടെ സ്പോൺസർഷിപ്പിൽ സ്ഥാപിക്കുന്ന കാഴ്ചകൾ കാണേണ്ടി വരും. കാലത്തിന്റെ ഒരു പോക്ക്, അല്ലാതെ എന്തു പറയാൻ. ചന്തക്കുന്നിലെ ജാം സൂപ്പർ മാർക്കറ്റാണ് ബോർഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന്റെ 2ാം പ്ലാറ്റ്ഫോമിൽ നിന്ന് കരുളായി റോഡിലേക്ക് പുതിയ കോൺക്രീറ്റ് റോഡ് നിർമ്മിക്കാൻ അനുമതി നൽകണമെന്നാവശ്യപ്പെട്ട് PV അൻവർ MLA കേന്ദ്ര റെയിൽവേ മന്ത്രിക്ക് കത്തയച്ചു. കത്തിന്റെ കോപ്പി പാലക്കാട് ഡിവിഷണൽ റെയിൽവേ മാനേജർക്കും നൽകിയിട്ടുണ്ട്. നിലവിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപം പൂക്കോട്ടംപാടം ഭാഗത്തേക്ക് അടിപ്പാത നിർമ്മിക്കുന്നതിനാൽ ബദൽ റോഡുകളെല്ലാം മഴ കാരണം തകർന്നിരിക്കുകയാണ്. പുതിയ റോഡ് വരുന്നതിലൂടെ ഗതാഗതത്തിന് കൂടുതൽ സൗകര്യമൊരുക്കാനാകുമെന്ന് കത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുതിയ റോഡ് വന്നാൽ 2ാം പ്ലാറ്റ്ഫോമിൽ നിന്നും കരുളായി, മൂത്തേടം പഞ്ചായത്തുകളിലേക്കുള്ള യാത്രക്കാർക്ക് നേരിട്ട് പോകാമെന്നതിനാൽ യാത്രാ സമയം ലാഭിക്കാനാകും. തീവണ്ടി ഇറങ്ങി വരുന്ന യാത്രക്കാർ ഒരേ സമയം എത്തി പ്രധാന റോഡിലേക്ക് ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഗതാഗതക്കുരുക്ക് കുറയ്ക്കുവാനും പുതിയ റോഡിന് കഴിയുമെന്ന് MLAയുടെ കത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ജില്ലയിൽ വീശിയടിച്ച കാറ്റിലും മഴയിലും KCBക്ക് 8.87 കോടി രൂപയുടെ നാശനഷ്ടം. മഞ്ചേരി, തിരൂർ, നിലമ്പൂർ എന്നീ 3 സർക്കിളുകളിലായിട്ടാണ് 1.5 മാസത്തിനിടെ നഷ്ടം സംഭവിച്ചത്. ജൂൺ മുതൽ ജൂലൈ 26 വരെയുള്ള കണക്കുപ്രകാരമാണിത്. 12 ട്രാൻസ്ഫോമറുകൾ, 120 HT വൈദ്യുതി തൂണുകളും LT 951 വൈദ്യുതി തൂണുകളും 107 HT വൈദ്യുതി കമ്പികളും 3631 LT വൈദ്യുതി കമ്പികളും തകർന്നിട്ടുണ്ട്. തിരൂർ, പൊന്നാനി, തിരൂരങ്ങാടി എന്നീ മേഖലകൾ ഉൾപ്പെട്ട
തിരൂർ സർക്കിളിലാണ് ഏറ്റവും അധികം നഷ്ടം സംഭവിച്ചത്. തിരൂരിൽ മാത്രം 5.23 കോടിയുടെ നഷ്ടം KSEBക്ക് സംഭവിച്ചിട്ടുണ്ട്. 53 HT തൂണുകളും 520 LT തൂണുകളും ഇവിടെ തകർന്നു. 5 ട്രാൻസ്ഫോമറുകൾ തകരാറിലായി. 31 HT വൈദ്യുതി കമ്പികളും 2066 LT വൈദ്യുതി കമ്പനികളും കാറ്റിൽ നിലംപൊത്തി. മഞ്ചേരി, കൊണ്ടോട്ടി, പെരിന്തൽമണ്ണ മേഖലകൾ ഉൾപ്പെടുന്ന മഞ്ചേരി ഡിവിഷനാണ് പട്ടികയിൽ രണ്ടാമത്. ഇവിടെ 2.17 കോടിയുടെ നഷ്ടമുണ്ടായി. 33 HT വൈദ്യുതി തൂണുകളും 262 LT തൂണുകളും മഴയിൽ കടപുഴകി. 53 HT വൈദ്യുതി കമ്പികളും 985 LT വൈദ്യുതി കമ്പികളും കാറ്റിൽ പൊട്ടിവീണു. മഞ്ചേരിയിൽ 7 ട്രാൻസ്ഫോമറുകളാണ് തകർന്നത്. നിലമ്പൂർ, വണ്ടൂർ മേഖലകൾ ഉൾപ്പെട്ട നിലമ്പൂർ സർക്കിളിൽ 1.47 കോടിയുടെ നഷ്ടവും റിപ്പോർട്ട് ചെയ്തു. 34 HT വൈദ്യുതി തൂണുകളും 169 LT വൈദ്യുതി തൂണുകളും കാറ്റിൽ തകർന്നു. 23 HT വൈദ്യുതി കമ്പികളും 580 LT വൈദ്യുതി കമ്പികളും കാറ്റിൽ മരം വീണ് പൊട്ടി. നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം തൂണുകളും കമ്പികളും പുനഃസ്ഥാപിച്ചതായി KSEB അറിയിച്ചു. ജീവനക്കാരുടെ കുറവ് KSEBയുടെ പ്രവർത്തനത്തെ ബാധിക്കുന്നുണ്ട്. പ്രധാന കേടുപാടുകൾ സംഭവിക്കുമ്പോൾ ആവശ്യത്തിന് ജീവനക്കാരില്ലാത്തത് വൈദ്യുതി പുനഃസ്ഥാപനത്തിന് കാലതാമസം നേരിടുന്നുണ്ടെന്ന് അധികൃതർ വ്യക്തമാക്കി. മഴക്കാലം എത്തിയതോടെ മലപ്പുറം കലക്ടറേറ്റിലും ജില്ലയിലെ 3 സർക്കിൾ കേന്ദ്രങ്ങളിലും 24 മണിക്കൂർ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നുണ്ട്. കാട്ടാന ശല്യത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങൾക്കിടയിലും നിർബാധം നാശം വിതച്ച് ആനക്കൂട്ടം നാട്ടിൽ വിലസുന്നു. കാട്ടാന ശല്യം രൂക്ഷമായിട്ടും വനം വകുപ്പ് അധികൃതർ അനാസ്ഥ പുലർത്തുന്നതിനെതിരെ CPM-ഉം കോൺഗ്രസും കഴിഞ്ഞ ദിവസം വനം ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. CPM എടക്കര ഏരിയ കമ്മിറ്റി നിലമ്പൂർ ഡിവിഷൻ ഫോറസ്റ്റ് ഓഫീസിലേക്കും എടക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വള്ളുവശ്ശേരി സെക്ഷൻ ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കുമാണ് മാർച്ച് നടത്തിയത്. അന്ന് തന്നെ പുലർച്ചെ മൂത്തേടം ചോളമുണ്ട പ്രദേശത്തെത്തിയ ആന വ്യാപകമായി കൃഷി നശിപ്പിച്ചതിന് പുറമെ 6 വൈദ്യുത കാലുകളും തകർത്തു. വൈദ്യുത ലൈനിലേക്ക് തെങ്ങുകൾ തള്ളിയിട്ടതിനെ തുടർന്ന് കാലുകൾ പൊട്ടിവീഴുകയായിരുന്നു. ചുള്ളിക്കുളവൻ കുഞ്ഞാമത് കുട്ടി, മുഹമ്മദ് അഷ്റഫ്, CK സുബൈർ, അബ്ദുള്ളക്കുട്ടി, മുജീബ് റഹ്മാൻ, CK അൻവർ, റഫീഖ് റഹ്മാൻ, മുത്തു പുലാക്കൽ എന്നിവരുടെ കൃഷിയിടങ്ങളിലെ തെങ്ങും റബ്ബറും വാഴയുമാണ് നശിപ്പിച്ചത്. കരുളായി വനത്തിലെ താനിപ്പെട്ടി ഭാഗത്ത് നിന്നാണ് ആന എത്തുന്നത്. വീടുകളുടെ മുറ്റത്തും റോഡിലും കറങ്ങി പുലർച്ചെയാണ് കാട് കയറുക. മാവോയിസ്റ്റ് നേതാവ് സോമനെ പോലീസ് പിടികൂടി. ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഭീകരവിരുദ്ധ സ്ക്വാഡാണ് ഇയാളെ പിടികൂടിയത്. മാവോയിസ്റ്റ് നാടുകാണി ദളം കമാൻഡന്റായ സോമൻ കൽപ്പറ്റ സ്വദേശിയാണ്. നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാളെന്ന് പോലീസ് പറയുന്നു. നിലമ്പൂർ അടക്കമുള്ള മേഖലകളിൽ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളിൽ സജീവമായ ആളാണ് സോമൻ എന്നാണ് പോലീസ് ഭാഷ്യം. ഇയാളെ നിലമ്പൂരിൽ വച്ച് തെളിവെടുപ്പ് നടത്തിയേക്കും. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.